ഹലോ എവരി വൺ, പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് നെതറിൽ പോവുക. ഞാൻ ഫോർട്രസ് കണ്ടുപിടിച്ചു, നെതർ ഫോർട്രസ്. അപ്പോൾ അവിടുന്ന് ബ്ലേസിനെ കൊന്നിട്ട് ബ്ലേസ് റോഡ് കളക്ട് ചെയ്യുക. അതാണ് നമ്മൾ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ഗ്രോയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഇതിനു മുമ്പ് 4-5 പ്രാവശ്യം പോയിട്ട് എൻ്റെ അയൺ ആർമറും എല്ലാം പോയി. എല്ലാം ഞാൻ ലാവിൽ തുള്ളിയിട്ട് എല്ലാം പോയി. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ആദ്യം തന്നെ അയൺ എടുത്തിട്ട് അയൺ ആർമർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അയണിന് ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് നേരെ അയൺ ആർമറും പിന്നെ അയൺ സോഡും അയൺ പിക്കാക്സും ഒരു ഷീൽഡും ഉണ്ടാക്കാം. നമുക്ക് ഷീൽഡും കൂടി ഉണ്ടാക്കാം. സേഫ്റ്റി ഇല്ലേ, ഭയങ്കര പണിയാണ് നെതറിൽ ഒരേ ചാല്. ഇങ്ങനെ ഫുൾ അയൺ ആർമറിലേക്ക് മാറി. ബാക്കിയാണ് അവിടെ എടുത്ത് വെക്കാം. പിന്നെ ഞാൻ വേറൊരു സംഭവം കൂടി കെട്ടിയിട്ടുണ്ട്, കണ്ടോ? ഈ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഞാൻ ബോട്ട് പോലെ കെട്ടിയിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ കെട്ടിയതാണ്. കുറച്ച് അയൺ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലത്തെ ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും കുറേ ബിൽഡിങ്ങുകൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ നെതറിലേക്ക് പോകാം. ഷുഗർ കെയിനെല്ലാം വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കണം. നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ നോക്കട്ടെ. നമുക്ക് ആരോ എടുക്കാം, ഒരു ബോ എടുക്കാം ആവശ്യം വന്നെങ്കിൽ. ഇനി നമുക്ക് നേരെ നെതറിലേക്ക് പോവാം. നെതറിലേക്ക് പോകുമ്പോൾ തന്നെ പേടിയാവുന്നു, സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ. മൊത്തം അവിടെ ഫോർട്രസിലെന്തല്ലോ ഉണ്ടെന്നെ, കുറേ ജീവികളുണ്ട്. ഞാൻ അതിലൊന്നും പെടാതെ പോയിട്ട് ബ്ലേസ് റോഡിൻ്റെ സ്പോണറിൻ്റെ അടുത്ത് തന്നെ സ്പോണറിൻ്റെ അടുത്തേക്ക് തന്നെ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മളെ പോർട്ടൽ വരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 230 ബ്ലോക്കിൻ്റെ അപ്പുറത്തായിരിക്കും ഇത് ഉണ്ടാകുന്നത് സാധാരണ. അപ്പം അങ്ങനെ കുഴിച്ചു പോകുന്നതാണ് നല്ലത് കണ്ടുപിടിക്കണമെങ്കിൽ. ഞാനിങ്ങനെയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. 2-3 സ്ഥലത്ത് കുഴിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ട് കുഴിച്ചാകുമ്പോഴാണ് ഞാൻ കണ്ടത്. ഇങ്ങോട്ട് പത്ത് ഇരുട്ടായി ഞാൻ ടോർച്ച് വെക്കണ്ടേ ഇവിടെയല്ലോ. മഴ ആയതുകൊണ്ട് ഭയങ്കര മഴ സൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര മഴയാണ്. ഒരു 230 അടുത്ത് ബ്ലോക്കിൻ്റെ അടുത്താണ്. 30 ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് കണ്ട സ്ഥലം. ഞാൻ അങ്ങോട്ട് വഴിയാക്കിയിട്ടുണ്ട്. വഴിയാക്കാൻ തന്നെ കുറേ പ്രാവശ്യം ചത്തു ഞാൻ വഴിയാക്കുമ്പോൾ തന്നെ. ഇവിടെ ലാവയെല്ലാം ഉണ്ട്, സൂക്ഷിച്ചു പോകണം. അതാണ് ഇതിൻ്റെ ഇടക്ക് ഇത് വഴി ഞാൻ വഴി ഉണ്ടാക്കിയത്. ഇപ്പം ആദ്യം ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ബ്ലോക്ക് മാത്രമില്ലതുണ്ട്. ഞാൻ ഇപ്പോൾ 2 ബ്ലോക്ക് ആക്കി. 2 ബ്ലോക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പകുതി ആക്കുമ്പോഴേക്ക് എന്നെ ലാവൽ ഞാൻ വീണു. പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ബ്ലേസ് റോഡ് സ്പോണർ ഓപ്പണായിട്ട് ബ്ലേസ് എല്ലാം വന്നിട്ട് എന്നെ കൊന്നു. നമുക്കിത് ഇടുന്ന ഒറ്റ ബ്ലോക്കിലെ വഴിയുള്ളൂ. നമുക്കപ്പം ബ്ലേസിനെ കൊല്ലണം. ഇവിടെ താഴെ ഇവിടെ ഡയറക്റ്റ് സ്പോണറിലേക്ക് പോകുന്ന പോലെ വഴി ഇതാണ് ബ്ലേസ്. ഇതിനെ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് ബ്ലേസ് റോഡ് കിട്ടും. എന്നാലും നമുക്ക് ഗ്ലോയിങ് സ്റ്റാൻഡും അതുപോലെ അടുത്ത മുമ്പിലോട്ട് കളിക്കണമെങ്കിൽ ഇത് ആവശ്യമുണ്ട് എന്തായാലും. ഇതില്ലാതെ കഴിയില്ല. പോഷനെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണം. കൊല്ലാൻ ഒരു പണിയാണല്ലോ. അടുത്ത് വരുമ്പോൾ നമുക്ക് ഡാമേജ് കിട്ടുന്നുണ്ടാ.
ഡാമേജ് വരുന്നുണ്ട് അടുത്ത് വരുമ്പോൾ. അതാ ഇത് എൻ്റെ മുമ്പിൽ തന്നെ ഫോണായത്. ആദ്യം ഡാമേജ് ആണ്. എൻ്റെ കയ്യിൽ ഫുഡില്ല, ഒരു ആപ്പിൾ മാത്രമേ ഉള്ളൂ, വേറെ ഫുഡൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ മഴ കൂടുതലാണ്. ഇത് കൊല്ലാനൊരു പണി തന്നെയാണ്. മഴയുടെ സൗണ്ടും കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിലേക്ക്. അപ്പോൾ നമുക്കൊന്ന് ഹീൽ ചെയ്തിട്ട് പോവാം. എൻ്റെ ഹങ്കർ ഹെൽത്തും കുറഞ്ഞിട്ടുണ്ട്. ഒരു ആപ്പിൾ വെച്ചിട്ട് എത്ര കൂടുമെന്ന് അറിയില്ല, കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മളെ അറ്റാക്കിങ് തുടങ്ങാം. ബ്ലേസിന് അത് നമ്മൾ തിരിച്ചറ്റാക്ക് ചെയ്യുന്ന തീ ഉപയോഗിച്ചാണ്. തീ ഉണ്ടകൾ വരുന്നു. രണ്ടെണ്ണം കൂടി സ്പോൺ ആയിട്ടുണ്ട് ഇവിടെ. അതിന് രണ്ടിനെ തീർക്കണം. തീർത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ബ്ലേസ് റോഡ് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഒന്നേ ഇല്ലു, ഒരു കുറച്ചെണ്ണെങ്കിലും വേണം. ഒന്ന് മാത്രമായിട്ട് കാര്യമില്ല. അത് നമുക്ക് ബ്രേക്ക് സ്റ്റാൻഡ് മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ, ഒന്ന് മാത്രമെങ്കിൽ. അതിലൊന്നുണ്ട്, അതെടുക്കാം. രണ്ടെണ്ണമായി ഇപ്പോൾ. മൂന്നെണ്ണായി. ചത്തു ഗായ്സ്, ചത്തുപോയി. അപ്പം നമുക്കിനി ആദ്യം പോയിട്ട് അതിനെ കളക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ ഫൈനലി എല്ലാം കളക്ട് ചെയ്തു. ആദ്യം ഞാൻ കൊന്നിട്ട് 4 പ്ലേസ് റോഡ് എടുത്തു. അപ്പം നമുക്ക് ഈ ബ്രോയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു 3 കോബിൾ സ്റ്റോൺ വേണം. അപ്പം നമുക്ക് കോബിൾ സ്റ്റോൺ എടുക്കാം. 3 കൂടുതൽ എടുത്തേക്കാം, 3 വേണ്ടെന്ന് തോന്നുന്നു. 3 കോബിൾ സ്റ്റോണും ഒരു ബ്ലേസ് റോഡും ഉപയോഗിച്ചാണ് നമ്മൾ ബ്രോയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ലേ അതിൻ്റെ പേര്? അതേന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ബ്ലേസ് പൗഡറും ഉണ്ടാക്കണം. നമുക്ക് പോർഷനിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്യൂവലായിട്ട് ബ്ലേസ് പൗഡറാണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത്. അതെ, ബ്ലേസ് പൗഡറാണെന്ന് തോന്നുന്നു. നമുക്ക് 3 വെക്കാം. നമുക്കിപ്പോൾ 1 മാത്രം എടുത്തിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ നൈറ്റ് ആയപ്പോൾ നമുക്ക് ഉറങ്ങാം. അങ്ങനെ അടുത്ത ദിവസം എടുത്തു. നമുക്കപ്പോൾ ബ്രോയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൽ തന്നെ പ്ലേസ് ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് ബാക്കി ഒന്നും കൂടി എടുക്കാം. ഒന്നുകൊണ്ട് എത്ര ബ്ലേസ് പൗഡർ ഉണ്ടാവും നോക്കാം നമുക്ക്. അത് ഇതിൽ വെച്ചാൽ മതി, അല്ല നമ്മൾ ഫർണസിൽ വെക്കണം. അപ്പോൾ അല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ തന്നെ. എന്താ ഒന്നുകൊണ്ട് 2 ബ്ലേസ് പൗഡർ ഉണ്ടാക്കാം നമുക്ക്. ഈ ബ്ലേസ് പൗഡർ അവിടെ വെച്ചിട്ട് നമുക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇതിൽ വെക്കാം, പെട്ടീനെടുത്ത് വെക്കാം. നമ്മളിപ്പോൾ ഫുഡില്ല, അപ്പോൾ നമുക്ക് ഇതെല്ലാം വീറ്റെല്ലാം എടുത്ത് നമുക്ക് ഫുഡാക്കാം. ബ്രെഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബ്രെഡ് കഴിക്കാം. എൻ്റെ ഹങ്കർ ഹെൽത്തും കുറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ബേക്കിൽ തന്നെ വരുന്നല്ലോ. വിത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കേണ്ടി വരും ഇതിന്. ഇത് ശല്യമാണല്ലോ. ഒന്നതിന് അത് തിന്നു കേട്ടോ, ഞാൻ നടാൻ ഉദ്ദേശിച്ചത്. അത് നമ്മളിപ്പോൾ പുറകിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വിത്ത് ഇത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കോഴിക്കോട് പോലെ ഉണ്ടാക്കി നമുക്ക് കുറേ കോഴികളെ ഉണ്ടാക്കാമല്ലേ. അത് നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. നമുക്കിന്ന് ചിക്കൻ ഫ്രൈ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ആക്കാം. ഇത് വിത്ത് നടാൻ വിടുന്നില്ല, അതാണ് ശല്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. വിത്ത് നടണം. ലാസ്റ്റ് വൺ
ഇനി നമുക്ക് ഈ ബാക്കി ഒന്ന് വിത്തല ഈ ചെസ്റ്റിൽ കൊണ്ടുവയ്ക്കാം. ഞാൻ ഈ ചെസ്റ്റിൽ വെച്ചിട്ടില്ല ബാക്കിയെല്ലാം. ഇനി നമുക്ക് ബ്രെഡ് ആക്കാം. 14 ബ്രെഡ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.